എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇന്ത്യയിലെ കൊച്ചു ഫ്രാൻസ് എന്ന് വിളിക്കുന്ന പോണ്ടിച്ചേരിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 160 കിലോമീറ്റർ ഉണ്ട് പോണ്ടിച്ചേരിയിലേക്ക്. പണ്ടത്തെ ആ ഒരു ഫ്രഞ്ച് കോളനൈസേഷൻ ടൈമിലുള്ള ബിൽഡിങ്ങുകളും സ്ഥലങ്ങളും ഒക്കെ അതേ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും ഇവിടെ പോണ്ടിച്ചേരിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറേ ഫ്രഞ്ച് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ഒക്കെ നമ്മുടെ പോണ്ടിച്ചേരിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ പോണ്ടിച്ചേരി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ കാരണം ഏതൊക്കെ സ്ഥലങ്ങൾ ഓപ്പൺ ആണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളുടെ ചാനലിനെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് എല്ലാം കാണുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അരബിന്ദോ ആശ്രമം എത്തിയിരിക്കുകയാണ്. 1926 എസ്റ്റാബ്ലിഷ് ആയ ഒരു ഓർഗനൈസേഷനാണിത്. ഫ്രഞ്ച് കോളനൈസേഷൻ ഇരുന്ന കാലത്ത് അവിടെ ശ്രീ അരബിന്ദോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുരുജി വന്ന് ഉണ്ടാക്കിയ ഒരു ആശ്രമമാണ്. ഇവിടുത്തെ പോണ്ടിച്ചേരിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ ചാരിറ്റി വർക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഓപ്പൺ ആണോ എന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. ഞങ്ങളിവിടെ എത്തി. അരബിന്ദോ ആശ്രമം 4 o'clock തുറക്കുള്ളൂ. ഞങ്ങളിവിടുത്തെ ഫ്രഞ്ച് കോളനിയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിക്കുകയാണ് ഇപ്പോൾ. ഹലോ. അപ്പോൾ നല്ല ഫ്രഞ്ച് കോളനീസ് അല്ലേ? ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഓൾഡ് അവർ ഇനിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ. നല്ല അടിപൊളി ഏരിയ ആണ്. ഫ്രഞ്ച് കോളനീസൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം ഒന്നായിട്ട്. ഈ വഴിക്ക് പ്രോമിനേറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. ഒരു 400 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ നമുക്ക്. എന്നിട്ട് നമുക്ക് വേറെ ലൊക്കേഷൻസൊക്കെ പോവാം. അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കാം. ബാ, താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രഞ്ച് കോളനി. ഒരുപാട് ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പണ്ടത്തെ ഫ്രഞ്ച് ടൈമിലുള്ള ഓഫീസ് ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റ് വീടുകളും ഒക്കെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് നടന്നു കഴിഞ്ഞാൽ കാണാം. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ പേരൊക്കെ വളരെ ഈ ഫുൾ ഫ്രഞ്ച് പേരുകളാണുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ബിൽഡിംഗ് ഇതാണ് ഇവിടുത്തെ ഫ്രഞ്ച് കോൺസുലേറ്റ്. പിന്നെ കാണുന്ന ബിൽഡിംഗ്. പിന്നെ അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ ഫുൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബീച്ചാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റാണ് ഇവിടെ. അപ്പോൾ ഈവനിങ് ടൈമിൽ ഇറങ്ങാനായിരിക്കും നന്നായി ഉണ്ടാവുക. ഇപ്പോൾ നല്ല വെയിലാണ്, ഉച്ചയായില്ലേ സമയം, അപ്പോൾ നല്ല വെയിലാണ് ബീച്ചിൽ. പിന്നെ അങ്ങനെയാണെങ്കിലും അത്ര ചൂടൊന്നുമില്ല. നടക്കാൻ ഇപ്പോൾ ഇവിടെ ഒരു വാക്ക് വേ ഉള്ളതുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് ഇവിടെ. കുറേ ദൂരമുണ്ട് ഈ ബീച്ച്, പ്രോമിനേറ്റ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ദൂരം നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു പ്ലേസാണത്. പോണ്ടിച്ചേരിയിലെ ഒരു മനോഹരമായൊരു ബീച്ചാണ് പ്രോമിനേറ്റ് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ഒരു ലോങ് വാക്ക് വേ തന്നെ കാണാൻ വളരെ ഭംഗിയാണ്. പിന്നെ ഈ ബീച്ചിനടുത്തായിട്ട് തന്നെ ഒരുപാട് സീ ഫേസിങ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും കഫേസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോമിനേറ്റ് ബീച്ചിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാത്മാഗാന്ധി സ്റ്റാച്ചു ആണ്. ഇതാണ് ഇവിടുത്തെ ക്രാഫ്റ്റ് ബസാർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയിരിക്കും. അതെ, ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ, വലിയ റേറ്റൊന്നുമില്ല. അതുപോലെ ഹാൻഡ് മെയ്ഡ് സോപ്പ്, ക്യാൻഡിൽസ്, അങ്ങനെ കുറേ ആയിട്ടുണ്ട്.
നിറയെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നിറയെ വളകൾ, മാലകൾ ഒക്കെ നല്ല റേറ്റൊക്കെ കമ്മിയാണ് ഇവിടെ. നിറയെ ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അതേപോലെ ചെരുപ്പ്, വുഡൻ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇവിടെ നിറയെ ബാഗ്സൊക്കെ ഉണ്ട്. എത്ര പേരുണ്ട്? റേറ്റൊക്കെ 950. ഈ ബാഗ്സൊക്കെ 2950 ആ റേഞ്ചിലാണ് വരുന്നത്. അടുത്തൊരു വുഡൻ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പാണിത്. സമയം 4 മണിയായി. അപ്പോൾ ഞങ്ങൾ അരബിന്ദോ ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് വരാം. ഇത് ശരിക്കും ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ്. ഇവിടെ ശ്രീ അരബിന്ദോൻ്റെ ഒരു സമാധി സ്ഥലം കൂടെയാണ്. പോണ്ടിച്ചേരി നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്. ശരിക്കും നല്ല പീസ്ഫുൾ ഒരു സ്ഥലമുണ്ട്. മണക്കുല വിനായകർ ടെമ്പിളാണത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും ഉള്ളിൽ ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. ഇതൊരു നല്ല ഫേമസ് ടെമ്പിളാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ടൗൺ റോഡിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു കഫേയിലാണ് ഇപ്പോൾ പോകാൻ പോണത്. കഫേ ഡി ആർട്സ് ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ ഇവിടെ തന്നെ നിറയെ ഷോപ്സ് ഉണ്ട്, നിറയെ കഫേസ് ഉണ്ട് ഈ ഒരു ലൈനിൽ തന്നെ. അപ്പോൾ ഇനി കഫേ ഡി ആർട്സിൽ ഒരു കഫേ മാത്രമല്ല വേറെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കഫേ ഡി ആർട്സിൻ്റെ ഉള്ളിലാണ്. പോണ്ടിച്ചേരിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഫേയാണിത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ബിൽഡിംഗ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ നിറയെ ഇവിടെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന നിറയെ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഇരുന്ന് നിങ്ങൾക്ക് ചായ കുടിച്ച് ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമുക്ക് ബുക്കൊക്കെ വായിച്ച് നല്ല ചായയൊക്കെ കുടിച്ച് എങ്ങനെ ഇരിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ക്ലോത്ത്സൊക്കെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പോയി ഷോപ്പിങ്ങും ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഫേയാണിത്. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കുറേ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ക്രീപ്പ എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ചിക്കൻ ക്രീപ്പയാണ് ഇത്. അതേപോലെ തന്നെ ഞങ്ങളൊരു റോസ് ഊലോങ് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മസാല ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. റോസ് ഊലോങ് ടീ വന്നിട്ട് വളരെ മെഡിസിനൽ ബെനിഫിറ്റൊക്കെ ഉള്ള ഒരു ചായയാണത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫിറ്റ്നസ്സിനും ബോഡി ഫാറ്റൊക്കെ ബേൺ ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടീ ആണ്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത്. നന്നായിട്ട് ഒരു റോസിൻ്റെ ഒരു എസൻസ്, ആ ടേസ്റ്റാണ് ഈ ചായക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കുറേ ഫ്രഞ്ച് സ്റ്റൈൽ ഡിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ക്യൂസിൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കഫേ ഡി ആർട്സ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. കാരണം നിറയെ ഡിഷുണ്ട് ഇവിടെ, എല്ലാം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്തിട്ട് നോക്കാം. ഞങ്ങളിപ്പോൾ
കാത്തീഡ്രൽ ഇമ്മാക്കുലേറ്റിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ കുറേ ദൂരമൊക്കെ നടന്ന് ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കത്തീഡ്രലും കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ കത്തീഡ്രൽ. ഇവിടെ ഭയങ്കര ബിസി സ്ട്രീറ്റാണിത്, ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. പോണ്ടിച്ചേരിയിലെ വളരെ മനോഹരമായൊരു ചർച്ചാണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ. പോണ്ടിച്ചേരി ടൗണിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു 300 വർഷം പഴക്കമുണ്ട് ഈ ചർച്ചിന്. പുറത്തുനിന്നും അകത്തും വളരെ ഭംഗിയുള്ള ഒരു ചർച്ചാണിത്. അപ്പോൾ പോണ്ടിച്ചേരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മദർ തെരേസ പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്ത സമയത്ത് വന്ന ഒരു ചർച്ചും കൂടെയാണിത്. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഷോപ്പിംഗ് ഏരിയയാണ് ഇവിടെ പോണ്ടിച്ചേരി ടൗണിൽ. അപ്പോൾ കുറേ സ്ട്രീറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഒരുപാട് ക്ഷീണിച്ചു. അങ്ങനെ നടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ കഴിക്കണം എന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോഴാണ് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടത്. ഞങ്ങൾക്ക് കോണ്ടിനെൻ്റൽ ഡിഷ് കഴിച്ചാൽ മതിയായി. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വിയറ്റ്നാമീസ് ഡിഷൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ പോണ്ടിച്ചേരിയിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഈ പാരിസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് കുസൈൻസും കിട്ടും, യൂറോപ്യൻ, വിയറ്റ്നാമീസ്, ഇന്ത്യൻ എല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഞങ്ങളും ഇവിടെ കുറേ വിയറ്റ്നാമീസ് ഡിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു നൂഡിൽ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി സൂപ്പായിരുന്നു. പിന്നെ അഞ്ജലി വെജിറ്റേറിയനിൽ ഷ്രെഡഡ് വെജിറ്റബിൾ മിക്സഡ് വെജിറ്റബിൾസ് അല്ലേ, പ്ലെയിൻ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഷാൻഹൈ പ്രോൺ നൂഡിൽസ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് ഒരു ഡിഷും കൂടെ ഓർഡർ ചെയ്തത് നമ്മൾ. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷ് ഉണ്ട്, ഒരു വിയറ്റ്നാമീസ് ഡിഷ്, ചയ്യോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ഷാങ്ഹായ് നൂഡിൽസ് വന്നു കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ഇതൊരു ഓൾഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, കുറേ ആയി. 1978 ഈ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് പോണ്ടിച്ചേരി വരികയാണെങ്കിൽ ഈ ബസാറിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 150 മീറ്റേഴ്സേ ഉള്ളൂ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചയ്യോ എന്ന് പറഞ്ഞ ഡിഷ്. ഓക്കെ, ഇതെന്താ സോസാണോ? ഒരു സ്പ്രിംഗ് റോൾ പോലത്തെ ഒരു ഡിഷാണ് കേട്ടോ, നന്നായിട്ടുണ്ട് ടേസ്റ്റ്. പോണ്ടിച്ചേരിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ശ്രീ കർണേശ്വർ നടരാജ ടെമ്പിൾ. ഇതൊരു ശിവക്ഷേത്രമാണ്. പിരമിഡ് ഷേപ്പിലാണ് ഇതിവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓറോവില്ലെ ഫൗണ്ടേഷൻ ചെയർമാനായ ഡോക്ടർ കരൺ സിംഗ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ കുറേ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ. ഞങ്ങളിപ്പോൾ പോണ്ടിച്ചേരിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഓറോവില്ലയുടെ ഒരു മാന്ത്രമന്ദിറിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരു 1 കിലോമീറ്റർ ഉണ്ട്, അവിടേക്ക് നടന്ന് തന്നെ പോകണം. വണ്ടിയൊക്കെ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്കങ്ങനെ നടന്നു പോവാം. ഞങ്ങളിപ്പം മാതൃമന്ദിറിലേക്കുള്ള വഴിയിലെത്തി. ഒരു 1 കിലോമീറ്റർ നടക്കണം ഇങ്ങോട്ട്. ബസ് സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ നടക്കാൻ ഇഷ്ടമുള്ളവർ, ഇങ്ങനെ ഈ പ്രകൃതിയൊക്കെ കണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയും വരാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ദൂരെ നോക്കിയാൽ തന്നെ ആ ഒരു ഗ്ലോബ്, ആ ഒരു ഇത് കാണാൻ പറ്റും. ശരിക്കും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ.
ഞങ്ങളിവിടെ ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഓപ്പണാണ് ഇപ്പോൾ. പക്ഷേ കോവിഡൊക്കെ കാരണം ഇപ്പോൾ ഉള്ളിലേക്കല്ല, അവിടെ അല്ല, ജസ്റ്റ് വ്യൂയിങ് പോയിന്റിൽ നിന്നിട്ട് നമുക്ക് കാണാം. ശരിക്കും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സറൗണ്ടിങ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണാനാണ് ഇവിടുത്തെ മാതൃമന്ദിരം. ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ മാതൃമന്ദിരമൊക്കെ പോയിട്ട് വന്നു. അവിടുത്തെ വ്യൂ പോയിൻ്റ് മാത്രമേ അവർ കാണാൻ വിടുന്നുള്ളൂ. നമ്മളിപ്പോൾ വിസിറ്റർ സെൻറ്ററിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ നമ്മൾ നടന്നു പോയി വെച്ചാൽ അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് വരും. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഓപ്പൺ. ഉള്ളിൽ പോയി മെഡിറ്റേഷൻ ചെയ്യുന്ന ഏരിയ ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ അത് വിചാരിച്ച് പോകണ്ട. നമുക്ക് ആ വ്യൂ പോയിൻറ്റും ഒരു ആരോവില്ലിൻ്റെ ആ ഡോമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാം. അതേപോലെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളൊരു പിസ്സ സെൻറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പോണ്ടിച്ചേരിയിൽ തന്നെ ഈ ആരോവില്ല റോഡിൽ നല്ല ഫേമസ് ആയ ഒരു പിസ്സ ഷോപ്പാണത്. ടാൻറ്റോസ് എന്ന് പറഞ്ഞ പിസ്സ ഷോപ്പാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോണത്. നല്ല അടിപൊളി പിസ്സ കിട്ടുന്നില്ലേ അഞ്ജു പറഞ്ഞത്? ഞാൻ ഗൂഗിൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പിസ്സ കിട്ടും. അതേപോലെ പിസ്സ മാത്രമല്ല വേറെയും കുറേ വെറൈറ്റി ഓഫ് ഡിഷ് അവിടെ ഉണ്ട്. അപ്പോൾ കുറേ ഇറ്റാലിയൻ ആണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇറ്റാലിയൻ മെനൂസ് ആണ് അവിടെ ഉള്ളത്. ഇറ്റാലിയൻ മെനൂസാണ്. ഇതൊരു ഇറ്റാലിയൻ സ്ലോ കുക്കിംഗ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ പിസ്സാസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് എന്താ സ്പെഷ്യൽ ചോദിക്കാം. എന്നിട്ട് അത് ഓർഡർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ പറയാം. നിങ്ങൾക്കും ഇവിടെ വരികയാണെങ്കിൽ ഈ ആരോവില്ല റോഡിൽ ടാൻറ്റോസ് എന്ന് പറഞ്ഞ പിസ്സാരിയ ഷോപ്പാണത്. നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാം. നമുക്കപ്പോൾ റെസ്റ്റോറൻറ്റുള്ളിൽ പോവാം. ഇതാണ് നമ്മുടെ ടാൻറ്റോസ് പിസ്സ സെൻറ്റർ, ടാൻറ്റോസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. കുറേ ആൾക്കാരുണ്ട്. നീ വാ. അങ്ങനെ ഞങ്ങൾ ടാൻറ്റോയിലെത്തി, ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 2 പിസ്സയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന പിസ്സ കഴിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ പിസ്സ പറഞ്ഞിട്ടുണ്ട്, സ്പൈസി ചിക്കനാണ്. പിന്നെ ഒരു എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെജ് പിസ്സയും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് കാണാൻ, ഫുൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് എല്ലാ ടോപ്പിങ്സൊക്കെ ആയിട്ട് നന്നായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറുണ്ട്. നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ആ ഒരു തിൻ ക്രസ്റ്റ് പിസ്സ, ആ ഒരു ടൈപ്പാണിത്. പിസ്സ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളൊരു ഇറ്റാലിയൻ സ്പെഷ്യൽ ഒരു ഡെസേർട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പനക്കോട്ട എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു മാംഗോ ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ചെയ്യാൻ വായിലിങ്ങനെ ഇട്ട് അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ ഞങ്ങളൊരു ഐസ് ക്രീം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യലാണ് ഐസ് ക്രീം. അങ്ങനെ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ നാട്ടിലേക്ക്, വേറെ എവിടെയും ഷോപ്പില്ല. ബിക്കോസ് ഇപ്പോൾ തന്നെ നമ്മളൊരു 2:30 ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടാക്കിയ ഒരു 7.5 hours ഉണ്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് പാലക്കാടേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയാലാണ് ഒരു നൈറ്റ് ഒരു 9 o'clock ആകുമ്പോഴേക്കും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ പാലക്കാട്. പോണ്ടിച്ചേരി ട്രാവൽ ഇതോടെ ഞങ്ങളുടെ തീരുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇനി പാലക്കാടാണ് പോകണം. വേറെ എവിടെയും സ്റ്റോപ്പില്ല. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്സ്.